നിധിയുടെ രഹസ്യം. മഴ പെയ്യുന്ന ഒരു രാത്രി ഗ്രീൻ ഹോളോ നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന പഴയ നൈറ്റ് ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. ട്രെയിനിലെ ഒരു കോച്ചിൽ ഒരു മനുഷ്യൻ തൻ്റെ ബാഗ് ശക്തമായി പിടിച്ചിരിക്കുകയായിരുന്നു. ആ ബാഗിനുള്ളിൽ ഒരു പഴയ നിധിയുടെ മാപ്പ് ഉണ്ടായിരുന്നു. ആ മാപ്പ് കണ്ടെത്തിയാൽ വലിയൊരു രഹസ്യ ട്രഷർ കണ്ടെത്താമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ആ മാപ്പിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ കൂടി ട്രെയിനിലുണ്ടായിരുന്നു, ഡിറ്റക്റ്റീവ് വോൾട്ടർ. ഒരു ചെറിയ സൂചന അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ട്രെയിനിൽ ഒരാൾ ഒരു നിധിയുടെ മാപ്പ് കൊണ്ടുപോകുന്നു, പക്ഷേ അവനെ പിന്തുടരുന്ന കള്ളന്മാർ. വോൾട്ടർ ട്രെയിനിൽ കയറുമ്പോൾ അവൻ ശ്രദ്ധിച്ചു. കറുത്ത ജാക്കറ്റ് ധരിച്ച 3 സംശയാസ്പദരായ ആളുകൾ ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരുന്നു. ട്രെയിൻ ഒരു ടണലിൽ കയറുമ്പോൾ ലൈറ്റുകൾ അപ്രതീക്ഷിതമായി ഓഫായി. ഒരു വലിയ ശബ്ദം. ലൈറ്റുകൾ വീണ്ടും വന്നപ്പോൾ മാപ്പുള്ള ബാഗ് കാണാതായിരുന്നു. എല്ലാവരും ഭയന്നു നിന്നപ്പോൾ ഡിറ്റക്റ്റീവ് ശാന്തമായി പറഞ്ഞു, കള്ളൻ ട്രെയിനിൽ തന്നെ. അവൻ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒരാളുടെ ഷൂവിൽ പഴയ മാപ്പിൻ്റെ പേപ്പർ പൊടി, ഒരു സീറ്റിനടിയിൽ പഴയ ബാഗിൻ്റെ അടയാളം. അവൻ ഉടൻ തന്നെ മനസ്സിലാക്കി, കള്ളൻ ടണലിൽ ലൈറ്റ് പോയപ്പോൾ ബാഗ് എടുത്ത് സീറ്റിൻ്റെ താഴെ ഒളിപ്പിച്ചു. ഡിറ്റക്റ്റീവ് ഉടൻ തന്നെ കള്ളന്മാരെ അടിച്ചു വീഴ്ത്തി. ട്രെയിൻ അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് എത്തി കള്ളന്മാരെ പിടിച്ചു. പക്ഷേ ഡിറ്റക്റ്റീവ് വോൾട്ടർ മാപ്പ് നോക്കി ചെറിയൊരു പുഞ്ചിരി ചിരിച്ചു. കാരണം അതൊരു സാധാരണ നിധിയുടെ മാപ്പല്ല, അത് കാണിക്കുന്ന സ്ഥലം ഗ്രീൻ ഹോളോ നഗരത്തിനുള്ളിൽ തന്നെയായിരുന്നു. കഥ ഇവിടെ അവസാനിച്ചില്ല. അതൊരു പുതിയ സാഹസിക യാത്രയുടെ തുടക്കമായിരുന്നു.